മാർക്കോസ് 4 ഒന്ന് വായിക്കുന്നത്. 4 ആ 26 തൊട്ട് 29 വാനൊന്ന് വായിച്ചിട്ടുണ്ട്. പറഞ്ഞു, ദൈവരാജ്യം ഒരുവൻ ഭൂമിയിൽ വിത്ത് വിതയ്ക്കുന്നതിന് സദൃശം. അവൻ രാവും പകലും ഉറങ്ങിയും ഉണർന്നും കഴിയുന്നു. അവൻ അറിയാതെ തന്നെ വിത്തുകൾ പൊട്ടിമുളച്ചു വളരുന്നു. ആദ്യം ഇല, പിന്നെ കതിർ, തുടർന്ന് കതിറിൽ ധാന്യമണികൾ. ഇങ്ങനെ ഭൂമി ഫലം പുറപ്പെടുവിക്കുന്നു. ധാന്യം വിളയുമ്പോൾ കൊയ്ത്തിന് കാലമാകുന്നത് കൊണ്ട് അവൻ അരിവാൾ വയ്ക്കുന്നു. അപ്പൊ ഈ നിങ്ങൾ അറിയാതെ തന്നെ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കും. ഈ 4 കൊല്ലം ഭയങ്കര സംശയങ്ങളായിരിക്കും, തൊട്ട സംശയമായിരിക്കും. 4 കൊല്ലം കഴിയുമ്പോ ആരും പഠിപ്പിക്കണ്ട, നിങ്ങളുടെ കൃപയിലായി. മനസ്സിലായ? അപ്പോഴാണ് നിങ്ങൾ ഓരോരുത്തരും കൊച്ചു ദൈവങ്ങൾ എന്ന് പറയുന്നത്. അപ്പോഴാണ് നിങ്ങൾ തന്നെ പോകും. പിന്നെ നിങ്ങൾ പോയി എവിടെയൊക്കെ കൊടുക്കും? റോമ 15-ാം അധ്യായത്തില് 14 തൊട്ട് 21 വരെയുള്ള വാനത്തില്, എഫേസസ് 2 20 തൊട്ട് 22 വാനം 2 വായിക്കും. അതായത് അപ്പോസ്തലനായിട്ട് നിങ്ങളെ വിടുന്നത്, നിങ്ങൾ തന്നെ പോയി കഴിഞ്ഞാൽ അനേകരെ നിങ്ങളിൽ കൂടി മനസാന്തരം കൊടുക്കും കർത്താവ്. ദൈവം ഉപയോഗിക്കുന്ന നിങ്ങളെയാണ്. നിങ്ങളെ അതിനാണ് ഈ സമയത്ത് മുഴുവൻ വിശുദ്ധ ഗ്രന്ഥം വചനം കൊണ്ട് നിങ്ങളെ ശുദ്ധീകരിച്ചു കൊണ്ടുവന്ന് വചനം നിങ്ങളെ ഹൃദയത്തിലാക്കി തരുന്നത്. അപ്പൊ 4 കൊല്ലം പല സംശയങ്ങളുണ്ടാവും. ഓരോ ദിവസവും ആ സംശയം വചനം കൊണ്ട് മാറ്റിത്തരും. എല്ലാം വചനമാണ്, ഏതെടുത്താലും വചനമുണ്ട്. അതാണ് യെശയ്യാ പ്രവാചകനിൽ പറയുന്നത് 34-16 വാക്യം. എല്ലാത്തിനും ഇണയുണ്ടെന്ന് പറയുന്നത്. വിശുദ്ധരെ നമ്മൾ അവരെ ഫോളോ ചെയ്യണം. അവർ നടന്നത് 1 യോഹന്നാൻ 2 1 തൊട്ട് 6 വരെ വാനത്തിലാണ് എല്ലാ വിശുദ്ധരും നടന്നത്. യേശു നടന്ന അതേ വഴിയിലാണ്. അതുകൊണ്ടാണ് സെയിന്റ് ആന്റണി, സെന്റ് ആഗസ്റ്റിൻ, എത്രയോ വിശുദ്ധര് കാനനൈസ് ചെയ്യാത്ത എന്തുമാത്രം വിശുദ്ധരുണ്ട് ഇല്ലേ? അവരെല്ലാം നമ്മൾ ഫോളോ ചെയ്യുമ്പോൾ ആ വഴിയിലോട്ട് വരും കേട്ടോ. മിസ്റ്റർ പത്രോസ്ലിയാക്ക് അമ്മായിയമ്മയില്ലായിരുന്നു? ഉണ്ടായിരുന്നു. അമ്മായിയമ്മയുണ്ടെങ്കിൽ ഭാര്യയുണ്ടോ? അതുണ്ടായിരുന്നു. അവരെല്ലാം അപ്പോസ്തലന്മാര് കേട്ടോ. പിന്നെ ഇത് കൊണ്ടുവന്നത് ശക്തിപ്പെടുത്താനാണ്. മത്തായി 19:12 3 പേർക്കുള്ള ബ്രഹ്മചര്യം. അതിലൊരു ബ്രഹ്മചര്യം ദൈവത്തിന് വേണ്ടി, ഈശോയ്ക്ക് വേണ്ടി കൂടുതൽ പ്രവർത്തിക്കാനാണ്. അത് പ്രവർത്തിക്കാൻ കൊടുക്കുന്നത്. അതുകൊണ്ടാണ് കൂടുതൽ മക്കളുണ്ടാവുമെന്ന് യെശയ്യാ പ്രവാചകൻ 54 1 2 ഗലാത്യർ 4:27 കൂടുതൽ മക്കളുണ്ടാവും. നിങ്ങൾ ഇന്ന് പോയിട്ട് യെശയ്യാ പ്രവാചകൻ 49-ാം അധ്യായവും 51-ാം അധ്യായം 2 ഒന്നിച്ച് വായിക്കണം. 49 എത്ര വചനങ്ങൾ? 26. 51 23 വചനം. അത് വായിച്ചിട്ട്, കാരണം യെശയ്യാ പ്രവാചകൻ പറഞ്ഞത് മുഴുവനും ആരെപ്പറ്റിയാണ്? യേശുവിനെ പറ്റിയാണ്. അതെല്ലാം ആരെപ്പറ്റിയാണ്? നമ്മളെ പറ്റിയുമാണ്. ഇപ്പൊ നമ്മളെ പറ്റിയാണ് അത് പറഞ്ഞിരിക്കുന്നത്, വേറെ ആരെയല്ല. കർത്താവിന്റെ ദാസൻ എന്ന് പറഞ്ഞ ആരാണ്? ഈശോയാണ്, ദൈവത്തിന്റെ പുത്രൻ. ആ ദാസൻ നമ്മളുമാണ്. അപ്പൊ ഈ പറഞ്ഞ കൃപകളെല്ലാം ദൈവം നമുക്കും തരും. അതുകൊണ്ടാണ് ഈ സ്റ്റെഫാനോസിനും എല്ലാവർക്കും ഈ കൃപകൾ വന്നിട്ട് കൃപശക്തിയായി വരും. അപ്പോസ്തലൻ 6:8 വാക്യം ഓർത്തിരിക്കേണ്ട വചനമാണ്. കൃപയും ശക്തിയും നിങ്ങൾ ഈശോനെ കൊടുത്തുകൊണ്ടിരിക്കുക, അപ്പൊ ശക്തിയിലോട്ട് വരും. അത് ആത്മാർത്ഥത്തോടു കൂടെ ആയിരിക്കണം, പരമാർത്ഥ ഹൃദയത്തോടെ ആയിരിക്കണം. കർത്താവിന് ആവശ്യം ഹൃദയമാണ്. ഈ ഹൃദയശുദ്ധിയുള്ളവൻ ഭാഗ്യവാൻ, മത്തായി 5:8. അവൻ ദൈവത്തെ കാണും. അപ്പൊ ഹൃദയശുദ്ധിയിലായിരിക്കണം നിങ്ങൾ പോകേണ്ടത്. അതുകൊണ്ടാണ് ശുദ്ധ മനസാക്ഷി പാലിച്ചേ ഒക്കൂ. ഒരു ഇവാഞ്ചലിസ്റ്റ് ആണെങ്കിൽ ശുദ്ധ മനസാക്ഷി, ഒരാളോട് വിദ്വേഷം ഉണ്ടായിക്കൂടാ നമുക്ക്. അവർ വിചാരിക്കും വിദ്വേഷമുണ്ടോ? ഒരിക്കലും പാടില്ല. അത് ശുദ്ധ മനസാക്ഷി. അത് അപ്പോസ്തല പ്രവർത്തനങ്ങൾ 23:1 അപ്പോസ്തല പ്രവർത്തനങ്ങൾ 24:16 വിശുദ്ധ പൗലോസ് പറയുന്നത് ശുദ്ധ മനസാക്ഷിയാണ് ഞാൻ പാലിച്ചിരുന്നതാണ്. ഈ ശുദ്ധ മനസാക്ഷി നഷ്ടപ്പെട്ടു വരുമ്പോഴാണ് അരുവി മാറുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് എല്ലാവരെയും കൊണ്ട് തലയെ കയ്യൊപ്പിക്കില്ലേ. അരുവി മാറും, അവരറിയില്ല മാറുന്നത്. നമ്മുടെ ഓരോരുത്തരുടെ ബന്ധനങ്ങളും നിങ്ങൾ അറിയാതെ മാറിപ്പോകുന്നത്. ഇതാണ് ആത്മീയ രഹസ്യം. അതാണ് ഗലാത്യ 1 6 തൊട്ട് 10 വരെയുള്ള വചനവും 2 കൊരിന്തോസ് 11:4 വാക്യവും. അറിയില്ല മാറുന്നത്, അരിവ് മാറുന്നത്. 1 തിമോത്തി 4:1-2 മനസാക്ഷി നഷ്ടപ്പെട്ടു കഴിഞ്ഞു പോകുന്നവര്, അവരാണ് ഈ പ്രബോധനങ്ങൾ, പല പ്രബോധനത്തിൽ പോകുന്നത്.
കപടാരൂപിയിലും കപടപ്രബോധനവും പിശാചിന്റെ പ്രബോധനത്തിലും എല്ലാം പോവും. ഈവൻ തെരഞ്ഞെടുക്കപ്പെട്ടവരെപ്പോഴും വഴിതെറ്റിക്കുന്നു. മത്തായി 24, 23, 24 വാക്യം. തെരഞ്ഞെടുക്കപ്പെട്ടവരെപ്പോഴും. അത് തെരഞ്ഞെടുക്കപ്പെട്ടവര് നമ്മുടെ ഇടയിൽ നിന്നാ വരുന്നതെന്ന് 2 പത്രോസ് 2, 1-3 വരെ വേണം. അപ്പൊ അതെല്ലാം കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് വേണം? നിങ്ങൾക്ക് വിവേചന വരം വേണം. 1 കൊരിന്ത്യർ 12:10 ശക്തമായ വരം. വിവേചിക്കണം, എല്ലാം വിവേചിക്കണം. ഇതില്ലാതെ വല്ലയിടത്തും പോകാൻ പറ്റുമോ? ഓരോടത്തും പോകാൻ. അതുകൊണ്ടാണ് ഈ 4 കൊല്ലം എന്ന് പറയുന്നത്. അത് പോയേ പറ്റൂ 4 കൊല്ലം. ആ 4 കൊല്ലം അതാണ് ദാനിയേൽ 12:12 1335 ദിവസം വിശുദ്ധി തന്നെ പാലിച്ചു പോകണമെന്ന് പറയുന്നത്. ഇത് മറ്റവർക്ക് ബുദ്ധിയിൽ കാണുന്നതുകൊണ്ടാണ്. എന്താണ് ഈ ദിവസങ്ങൾ പറയുന്നത്? എല്ലാം ബുദ്ധിയിലാണ്, കണ്ടോ? അതുകൊണ്ടാണ് കർത്താവ് ഉപമകൾ പറഞ്ഞത്. ആ അത്തിമരം വെച്ചു. ലൂക്ക 13 6-9 വചനം. അത്തിമരം വെച്ച് 3 വർഷം വളമിട്ട്, എന്നിട്ടൊന്നും കണ്ടില്ല. പിന്നെ 1 കൊല്ലം കൂടി അവധി കൊടുത്തു, എന്നിട്ട് കണ്ടില്ലെങ്കിൽ വെട്ടി തീയിലിടുക. ഇതാണ് മത്തായി 25-29, മത്തായി 13-13, മാർക്കോസ് 4:25. വല്ലതും കയ്യിലുണ്ടെങ്കിൽ അതെടുത്ത് ഉള്ളവന് കൊടുക്കും. അപ്പൊ ഉള്ളവര് പിന്നെയും കിട്ടിക്കൊണ്ടിരിക്കും. ഇപ്പൊ നിങ്ങൾ ഇതിൽ തന്നെ കൂടുതൽ പ്രവർത്തിക്കുന്ന ഒരാളാണ്. അത് അറിയാനായിട്ട് കഴിയുന്നത് അറിയാമോ? നിങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. കൂടുതൽ പ്രവർത്തിക്കുന്നവന് കൂടുതൽ കർത്താവ് കൃപ കൊടുത്തുകൊണ്ടിരിക്കും. പീഡനം ഏൽക്കുന്നവന് വീണ്ടും കൃപ കൊടുക്കും. 1 പത്രോസ് 2:19. അന്യായമായി പീഡിപ്പിക്കുമ്പോൾ വല്ലവരൊക്കെ പറഞ്ഞ കേട്ട് അങ്ങോട്ട് വിശ്വസിക്കുന്നവര് നിങ്ങളെ വന്ന് പീഡിപ്പിക്കും. ആദ്യത്തെ പീഡനം നമ്മളുടെ സഭയിൽ നിന്ന് തന്നെ അത് സ്വീകരിക്കണം. അത് കഴിഞ്ഞ് അവർ മാനസാന്തരപ്പെട്ടു വരും. അതാണ് കർത്താവിന്റെ കൃപയിൽ വരുമ്പോൾ. ഇത് കർത്താവിന്റെ പ്രവർത്തനമാണ്. ഉണ്ടോ? അതാണ് പറഞ്ഞത്. നമ്മുടെ അല്ല ഇത്. അപ്പോസ്തലർ 5:38 ദൈവത്തിൽ നിന്ന് തുടങ്ങിയതെല്ലാം നിലനിൽക്കും, ഒരിക്കലും അസ്തമിക്കില്ല. മരിച്ചാലും നമ്മുടെ മരണം ഒന്നും പ്രശ്നമല്ല അവിടെ. അതാണ് യോഹന്നാൻ 8:51 മരണമില്ലെന്ന് പറയുന്ന വചനമുള്ളവന്. വചനം കൊടുൽ വരുമ്പോ ഇപ്പൊ വേണമെങ്കിൽ ഉദാഹരണം ഒരു കാര്യം ചെയ്യാം. നിങ്ങളെ എല്ലാവരും ഇങ്ങനെ നിർത്താം. അതിൻ്റെ ഒരു അശുദ്ധ ശക്തി വന്നു കഴിയുമ്പോൾ അതിനെ ബന്ധിച്ച് പ്രാർത്ഥിച്ചിട്ട് യേശുവിന്റെ നാമത്തിൽ നീ പോയി കർത്താവിന്റെ കാലെ വീഴെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഏറ്റവും കൂടുതൽ വചനം ആരിൽ നിലനിൽക്കുന്നു? അവനറിയാം. അവന്റെ കാലെ വന്ന് വീഴും. വചനം എവിടെയാണ്? യാക്കോബ് 2:19 കൂടി അവനത് അറിഞ്ഞിരിക്കും. പിശാചിന് ഇതെല്ലാം അറിയാം. നിങ്ങളുടെ ആരിലാണ് കൂടുതൽ വചനമുള്ളത്. ഇതാണ് ആത്മീയ രഹസ്യം. അതാണ് മർക്കോസ് 1:24 വിളിച്ചു പറയുന്നത്. ദൈവപുത്രനാണ് നീ. മത്തായി 8:29 എല്ലാം വിളിച്ചു പറയുന്നത്. ഇതുകൊണ്ടാണ് സ്കോളറപുത്രന്മാരെ അവനറിയാം. ശരിയല്ലേ? നീ അപ്പസ്തല പ്രവർത്തനം 19-11-22 വനത്തില് അവരെന്താ പറഞ്ഞത്? പൗലോസിനെ ഞങ്ങൾക്കറിയാം, പിന്നെ പത്രോസിനെ അറിയാം. ഈശോ നീ ആരാണ്? അപ്പൊ എന്ത് പറ്റി? വസ്ത്രമില്ലാതെ ഓടേണ്ടി വന്ന അവിടെ. ഇത് പണ്ടൊരു സംഭവം ഉണ്ടായിരുന്നു. 5 കൊല്ലത്തിന് മുമ്പ് വൈപ്പിൽ വെച്ച് 2 സഹോദരികളും ഈ പൈശാച ബന്ധനം ഉള്ളവരുണ്ടായിരുന്നു. അവിടെ 2 പേരോട് പ്രാർത്ഥിക്കാൻ ചെന്നു. ചെന്നപ്പോ അവര് ചോദിച്ചത് തന്നെ, നീ ആരടാന്ന് ചോദിച്ചു. അവർ ഓടിച്ചിട്ട് അവിടെ നിന്ന് ആ സ്ഥലത്ത് നിന്ന് ഓടിയിട്ട് അവര് ഓടേണ്ടി വന്നു. കാരണം കൈ കിട്ടുന്ന ആയുധം എടുക്കും അവര്. എന്ത് ഭയങ്കര ശക്തിയായിരിക്കും ആ സമയത്ത് പൈശാചിക്ക്. അവര് കൃപയില്ലാത്തവര്. അതുകൊണ്ടാണ് പിശാചിന്റെ ഒറ്റ വിളിച്ചു പറയുന്നത്. അപ്പൊ പിന്നെ ഒന്നിനും പേടിക്കണ്ടല്ല. ഈ കൃപയുണ്ടെങ്കിൽ അപ്പം അറിയാൻ സാധിക്കും ഇന്ന പൈശാചിക്കളാണെന്ന്. കേട്ടോ? ഇപ്പൊ ഞങ്ങൾ വന്ന വഴിക്ക് ഒരു വീട്ടിലേക്ക് ഒരു പ്രാർത്ഥിച്ചു. ആദ്യം ഒരു വീട്ടിൽ ഞങ്ങളെ ഫോട്ടോ വെച്ചത്. അവിടെ ആ ജോലിക്കാർത്തി ഞങ്ങളെ ഫേസ് ചെയ്യില്ല, വന്നില്ല, മാറി നിൽക്കണം അകത്ത്. എനിക്ക് സാധ്യമല്ല. അവൾക്കറിയാം അതിൻ്റെ അകത്ത് കയറി. അവൾ വന്നാൽ അവൾ ആ വീട്ടില് കൺട്രോൾ ചെയ്യുന്നതാണ് സർവന്റ്. ഞങ്ങൾ പ്രാർത്ഥന കഴിഞ്ഞ് ആ മുള്ളാത്തോട്ട് കയറിയപ്പോൾ അവൾ വിറക്കുകയാണ് നിന്നുകൊണ്ട് ഫേസ് ചെയ്യുന്നത്. പിന്നെ ഞങ്ങൾ തൊടാൻ എന്താണ് ഞാൻ ഉപയോഗിച്ചു. ചിലപ്പോൾ ഞങ്ങൾ കേട്ടാൽ ഇവിടെ വരാൻ പറ്റിയില്ല. അവൾ അലറിക്കൊണ്ട് അവിടെ താഴെ വീണ്. പിന്നെ അരുവിയായിരിക്കും അവിടെ പ്രവർത്തിക്കുന്നത്. അപ്പോൾ അതിനുള്ള അരുവിയായിരിക്കും അവിടെ എല്ലാം ബന്ധിക്കുന്നത്. ഇത് പല സ്ഥലത്തും അറിയാം. അനുഭവങ്ങളിൽ കൂടി നമ്മളെല്ലാം ദൈവം പഠിപ്പിക്കും.